ചാപ്റ്റർ സമ്മറി എങ്ങനെയാണ് ഉണ്ടാക്കുക? പല കുട്ടികൾക്കുള്ള ഡൗട്ടാണ്. കാരണം ചാപ്റ്റർ സമ്മറി ഉണ്ടാക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. കാരണം ഒരു ചാപ്റ്റർ എളുപ്പത്തിൽ പഠിക്കാനും ഈസിയായി പഠിക്കാനും വേഗത്തിൽ മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണെന്ത്? ആ ചാപ്റ്ററിന്റെ സമ്മറി. എങ്ങനെയാണ് ചാപ്റ്റർ സമ്മറി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇത്തരം സ്റ്റഡി ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഏതൊരു സബ്ജക്റ്റിലെയും ചാപ്റ്ററിന്റെ സമ്മറി ഉണ്ടാക്കുന്നതിന് മുന്നേ നിങ്ങൾ ആ ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏത് ചാപ്റ്ററിന്റെ സമ്മറി ആണോ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ ചാപ്റ്റർ നന്നായിട്ട് വായിച്ചിരിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചാപ്റ്റർ മുഴുവനായിട്ട് വായിച്ചതിന് ശേഷം ചാപ്റ്ററിലെ ടോപ്പിക്കുകൾ ഓരോന്നായിട്ട് ഒരു പേപ്പറിൽ നോട്ട് ചെയ്യുക. ഓരോ ടോപ്പിക്ക് നോട്ട് ചെയ്തതിന് ശേഷം അതിന് അണ്ടറിൽ ഒരു 4-5 പോയിന്റ് എഴുതാനുള്ള സ്പേസ് നിങ്ങൾ എന്ത് ചെയ്യണം? വിടണം. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ടോപ്പിക്കുകളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എങ്ങനെയാണ് അറിയാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റർ എടുക്കുന്ന ടീച്ചറോട് ചോദിക്കുക, ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതൊക്കെയാണ്. അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പറഞ്ഞുതരും. ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നിങ്ങൾ ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലുള്ള കീ വേർഡ്സ് അല്ലെങ്കിൽ കീ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് താഴെ കുറച്ച് സ്പേസ് വിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അതായത് മൂന്നാമത്തെ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പോയിന്റ് ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുക? അതിന് താഴെ എഴുതുക. അഞ്ചാമത്തെ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതിന് താഴെ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിന് താഴെ ആ ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ത് ചെയ്യുന്നു? ഷോർട്ട് ആക്കിയിട്ട് എഴുതുന്നു. ഈ രീതിയിലാണ് നിങ്ങൾ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ചാപ്റ്ററിന്റെ സമ്മറി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാപ്റ്റർ മുഴുവനായിട്ട് വായിക്കുന്നു, എന്നിട്ട് അതിലെ ടോപ്പിക്കുകൾ മുഴുവനും ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. എന്നിട്ട് ആ ടോപ്പിക് എഴുതിയ പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ ടോപ്പിക്കിന് താഴെ ഞാൻ സ്പേസ് വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്പേസ് വിടാൻ പറഞ്ഞിട്ടുള്ള സ്പേസിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലുള്ള കാര്യങ്ങൾ പോയിന്റ് അഥവാ ഷോർട്ട് പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾ എഴുതി വെക്കുന്നു. ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും സമ്മറി സെറ്റ് ആക്കാം. അപ്പോൾ ഇതേപോലുള്ള സ്റ്റഡി ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോ. ഇനി നിങ്ങൾക്ക് ഇതിന് പുറമെ വേറെ എന്തെങ്കിലും സ്റ്റഡി ടിപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോ.